നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ തളർന്നു പോകുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അവിടെയൊന്നും തളരാതെ, തളർന്നു പോകാവുന്ന ഒരുപാട് കാരണങ്ങളുണ്ടായിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് ജീവിതത്തിൽ പുതിയ ഏടുകൾ എഴുതി തീർത്ത ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ജയൻ ചേട്ടൻ. ജയൻസ് അക്കാദമി എന്ന് പറയുന്ന വെങ്കിടങ്ങിലുള്ള PSC കോച്ചിങ്, അതുപോലെ ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെ നടത്തുന്ന ഈ ജയൻസ് അക്കാദമിയുടെ എല്ലാമായിട്ടുള്ള ജയൻ ചേട്ടനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ ഒരു അക്കാദമിയുടെ പേരിൽ മാത്രമല്ല, ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും വളരെ ഗംഭീരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധികളൊക്കെ കൂടെ ഉള്ളപ്പോഴും, പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട് പോകുന്ന ഈ ഒരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ജയൻ ചേട്ടൻ. നമ്മളെല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് ജയൻസ് അക്കാദമിയെ പറ്റി പറഞ്ഞു തുടങ്ങാം അല്ലേ? അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ സ്വപ്നത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല. ഒരു ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതുപോലെ സ്വാഭാവികമായിട്ടും ഇതിലെത്തിച്ചേർന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ എത്തിച്ചേർന്നു. അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 2 അക്കാദമി ഉണ്ടല്ലോ, രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ്. ഒന്ന് വരുന്നത് ഇവിടെ വെങ്കിടങ്ങ്, പിന്നെ ഇപ്പോൾ വെങ്കിടം കരുവന്തലിൽ ഇത് ഒരു ഹെഡ് ഓഫീസ് ആയിട്ടാണ് നടക്കുന്നത്. പൂവത്തൂര് നമ്മളൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളവർമ്മയിൽ പഠിക്കുകയായിരുന്നു, ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ സമയത്ത് നമുക്കൊരു അപൂർവ രോഗം വരുമായിരുന്നു. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക, പെട്ടെന്നുണ്ടായ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മറികടന്നുകൊണ്ടുണ്ടായ ഒരു സംഭവമായിരുന്നു അല്ലേ? ആ ഒരു അസുഖത്തിനെ കുറിച്ചൊന്ന് പറയുമോ? നമ്മളെ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖമായിട്ട് നമുക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കോളേജിലെ രാഷ്ട്രീയവും കോളേജിലെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നാട്ടിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ നേതൃത്വത്തിലൊക്കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളരി പഠിക്കണ്ടായിരുന്നു. കളരി പഠിക്കുന്ന സമയത്ത് ഈ കൈക്കുത്തിപ്പറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഒരു ഭാഗം വരെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അവിടെ പോയി ഒറ്റക്കാലിൽ നിന്ന് ചാടിക്കെട്ടി വലപുറ തിരിഞ്ഞ് വലത് വയ്യോട്ട് മാറി വരണം. അപ്പോൾ നമ്മളൊരു ഭാഗത്തുള്ള ഭാഗം കറക്റ്റ് ചെയ്ത് പോയിട്ട് അവിടെ ചെന്ന് ചാടിക്കെട്ടി തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും അതുപോലെ ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു ചെറിയ പിടുത്തം, എവിടെയോ ഒരു ചെറിയ തടസ്സം. ആ തടസ്സത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് പിന്നീട് നമുക്കൊരു വലിയ അപൂർവ രോഗമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ കളരി അഭ്യസിക്കുന്ന സമയത്തുണ്ടായ ചെറിയ ബുദ്ധിമുട്ട് പിന്നീട് അതിൻ്റെ ചികിത്സ, കളരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്ത് പിന്നെ 2-3 കൊല്ലമൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് അന്ന് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ശാരീരികമായിട്ട് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരി അഭ്യാസം ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെ എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ സമയത്ത് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വലിയ ഭാരങ്ങൾ എടുക്കുമ്പോൾ എവിടെയോ ഒരു പിടുത്തം പോലെ തോന്നിയിരുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഫുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ഭാരം പിടിക്കുക. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കാം എന്നുള്ളതിൻ്റെ പുറത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു രോഗമാണ്, ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്, സ്ലോലി പ്രോഗ്രസീവ് ആണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അതുമായി ഡോക്ടർമാരെ കാണുകയും പല ഡോക്ടർമാരുടെ പല അഭിപ്രായങ്ങളും ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ പിന്നീട് കടന്നുപോയാണ്. പിന്നീട് അവസാനം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഇതിനെതിരെ പോരാടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന സംഭവമാണ് ജയൻസ് അക്കാദമി എന്ന് പറയുന്നത്. നമ്മള് 18 വയസ്സിലെ മറ്റാണ് ഈ ഒരു രോഗം തിരിച്ചറിഞ്ഞതല്ലേ? 21 വയസ്സിലാണ് തിരിച്ചറിയുന്നത്. ബുദ്ധിമുട്ടുണ്ടായത് 18 വയസ്സിലാണ്. നമ്മൾ ഈ കളരി ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാമായിരുന്നു. അസുഖത്തിന്റെ പേരെന്തായിരുന്നു? മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫിയിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറേ അറിയാൻ ശ്രമിക്കുമ്പോൾ
മസ്കുലർ ഡിസ്ട്രോഫിയിൽ വേറെ ഒരുപാട് ടൈപ്പ് വെച്ചാൽ സോഫ്റ്റ് മസിൽസിനൊക്കെ ബാധിച്ച് വളരെ പെട്ടെന്ന് മരണം സംഭവിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതം ഒരു 21 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കാണുന്ന സമയമാണ്. ആ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ആ സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പ്രവർത്തനം മാത്രമല്ല, പ്രവർത്തനത്തിനൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുകയും അതിനനുസരിച്ച് നമ്മൾക്കൊരു നല്ല സ്വീകാര്യത കടന്നു വരികയും ചെയ്യുന്നൊരു സമയത്ത് നമ്മുടെ ജീവിതം എന്താ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ അസുഖത്തിലൂടെ ആദ്യം അറിയാൻ പറ്റും. പിന്നീട് അതിനുമായി ബന്ധപ്പെട്ട അമൃത ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ബാംഗ്ലൂർ നിംഹാൻസിലൊക്കെയുള്ള ചികിത്സയുടെ ഒക്കെ അവസാനത്തിലാണ് നമ്മൾ അറിയുന്നത് ഇത് ഫേസിയോ സ്കാപ്പുലോ ഹ്യൂമറൽ ടൈപ്പ് ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന്. മസ്കുലർ ഡിസ്ട്രോഫിന് വേറെ ഒരുപാട് ടൈപ്പുള്ളതുകൊണ്ട് അതിൽ ഏത് ടൈപ്പാണെന്ന് അറിയാണ്ട് അതിൽ എന്തൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നറിയാണ്ട് ഒക്കെയുള്ളൊരു ആശങ്ക കുറേ വർഷങ്ങളെ നമ്മളെ പിന്തുടർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു ലക്ഷ്യം രൂപപ്പെടുത്താൻ നമുക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തീരുമാനിച്ച് ഇനി ഇത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇത് വെച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്ന അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 100% ഈ അസുഖമൊന്നും ഒരു വിഷയമല്ല, അതിനുവേണ്ടി ഏത് രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വലിയ ഒരു ആരോഗ്യമുള്ള ഒരാളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരാളെടുക്കുന്ന റിസ്കിനേക്കാൾ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെറിയ അടയാളപ്പെടുത്തലുകളൊക്കെ വലിയ അടയാളപ്പെടുത്തലാവുകയും ചെയ്തു. അപ്പം അന്ന് നമ്മൾ കോളേജിൽ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും പഠിപ്പാണെങ്കിലും പിന്നെ സേവന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കളരിയും അങ്ങനെ എല്ലാം കൂടെ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് പോകുമായിരുന്നു അല്ലേ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖത്തിനെ പറ്റി അതിൻ്റെ ലക്ഷണം വന്ന് കണ്ടപ്പോൾ നമ്മളായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് പലയിടങ്ങളിൽ പോയി അങ്ങനെ അസുഖം ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ചു, ഒരു അപൂർവ രോഗമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അസുഖം, വളരെ വലിയൊരു അസുഖം, അപൂർവമായിട്ടുള്ള അസുഖം, ഒരുപാട് ചിലവൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു ആ ഒരു സമയത്ത്. ഇല്ല, അസുഖത്തെ സംബന്ധിച്ച് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അമൃതയിൽ ഒരു 6 ദിവസം കിടന്നു എന്നല്ലാതെ വേറെ ഇതിനു വേണ്ടി സാമ്പത്തികമായിട്ട് വലിയ ചിലവുകൾ വന്നിട്ടില്ല. വന്നത് പിന്നെ എൻ്റെ വീട്ടിലേട്ടനും വീട്ടുകാരൊക്കെ ഒരു നിർബന്ധിച്ചുകൊണ്ട് കുറേ ആയുർവേദവും അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊക്കെ പോയിട്ട് കുറച്ച് പൈസയൊക്കെ ചിലവായി എന്നല്ലാതെ വലിയൊരു എന്താ പറയുക, ഇതിന് എൻ്റെ ഏട്ടൻ ഡോക്ടറോട് ചോദിച്ച ഒരു സംഭവമുണ്ട്. കുറച്ച് ലക്ഷങ്ങൾ കൊണ്ടുവന്നാൽ ഈ ബ്രദറിൻ്റെ അസുഖം മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് ലക്ഷമല്ല ഇനി കോടികൾ കൊണ്ടുവന്നാലും ബ്രദറിൻ്റെ അസുഖം മാറ്റാൻ പറ്റില്ല. ലോകത്തിലെ ഭയങ്കരമായിട്ടൊരു നിർഭാഗ്യവാനാണ് ബ്രദർ. പക്ഷേ ബ്രദറിന് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ട് ബ്രദർ ഈ അസുഖത്തെയും ഭയങ്കര അവഗണിച്ച് മുന്നോട്ട് പോകും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അസുഖം വന്നാലും ഞാൻ സന്തോഷിക്കുന്ന വേറൊരു കാര്യം കൂടി അതാണ്. കാരണം നമ്മുടെ നാട്ടിൽ കുറേ പൈസയുടെ ചികിത്സാ ചെലവുകൾ കൊണ്ട് കുറേ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അസുഖം വന്നതിൻ്റെ പുറത്ത് ലക്ഷങ്ങളുടെയോ ആയിരങ്ങളുടെയോ വലിയ ചിലവുകൾ വന്നില്ല. കാരണം ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങളുടെ മസ്കുലർ ഡിസ്ട്രോഫിക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ സ്പൈനൽ മസ്കുലർ അട്രോഫിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് SMA ബാധിച്ച ആൾക്കാർ. അതിപ്പോൾ 16 കോടിയൊക്കെ പിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ മസ്കുലർ ഡിസ്ട്രോഫിക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് മരുന്ന് കണ്ടുപിടിക്കാത്തൊരു രോഗമായതുകൊണ്ട് നമുക്കിപ്പോൾ ഭയങ്കര സമാധാനമുണ്ട് കാര്യത്തിൽ. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടൊരു വലിയ പൈസ ചിലവിട്ട ചികിത്സയുടെ ആവശ്യമില്ല. വേദന വന്നാലും നമ്മൾ അനുഭവിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകാമെന്നല്ലാതെ നമുക്കിതിനകത്ത് ആകെയുള്ളൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ്. അതല്ലാതെ വേറൊരു ചികിത്സ ഇല്ല ഇതിനകത്ത്. അത് നമുക്ക് ഞാനെൻ്റെ ഫിസിയോതെറാപ്പി എന്നുള്ളത് വെച്ചാൽ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇവിടെ വരുന്നു, ഇവിടെ കഴിച്ച് നടക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ എൻ്റെ ഫിസിയോതെറാപ്പി എന്ന് പറയും. കാരണം അതിനുവേണ്ടി നമ്മൾ വേറെ സമയം കണ്ടെത്തി അങ്ങനെ ചികിത്സയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിനാകെ ഈ അസുഖത്തിന് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ സാമ്പത്തിക ചിലവുകളൊന്നും ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അതെത്ര കണ്ട് എൻ്റെ മേൽ ബാധിക്കാതിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ എൻ്റെ ബ്രദർ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് പറയണമെങ്കിൽ അസുഖം എൻ്റെ മനസ്സിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനും പിന്നിട്ട പ്രവർത്തന വഴികളിലൊക്കെ ഞാനൊരു കാര്യം മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടായാലും പൊതുപ്രവർത്തനത്തിൽ നടത്തുവാണെങ്കിലും
പിന്നെ ബാക്കി എന്ത് പ്രവർത്തനത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചത് ഇതിൽ നിന്നൊക്കെ എനിക്കൊരു ഊർജ്ജം കിട്ടണം, ഈ രോഗത്തെ തോൽപ്പിക്കാനുള്ള ഒരു ഊർജ്ജം. ആ ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, മറ്റേ ഇതിൻ്റെ വാടക കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അത് അല്ലെങ്കിൽ ഞാനിതൊക്കെ എന്താ പറയുക, ഒരു സേവനാടിസ്ഥാനത്തിൽ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് ആവശ്യമാണ്, ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ച് ബാധ്യതകളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ലെവലിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞാൻ വ്യക്തിപരം ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എനിക്ക് കിട്ടേണ്ട, ആത്യന്തികമായി കിട്ടേണ്ടത് ഈ രോഗത്തെ തോൽപ്പിക്കാനുള്ള ഒരു ഊർജ്ജം മാത്രമാണ്. ആ ഊർജ്ജം മാത്രമേ നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുപ്രവർത്തനത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത പ്രവർത്തനം ഏതാണെന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം ഞാൻ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ആ പ്രവർത്തനം നിർത്തി ഞാൻ എനിക്കിഷ്ടമുള്ള മറ്റൊരു മേഖലയിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയം പോലെ രാഷ്ട്രീയം ഉപയോഗിച്ച പോലെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുകയുള്ളൂ, അങ്ങനെയുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഇതുമായിട്ട് വന്നത്. ഞാനിപ്പോൾ ഫിഷറീസ് വർക്ക് ചെയ്യുമ്പോൾ മാസത്തിലൊരു തവണ 3 നിലയുടെ മുകളിൽ മീറ്റിംഗ് ഉണ്ടാവും. അതൊരു ടാസ്ക്കാണ്. 3 നിലയുടെ മുകളിലേക്ക് എനിക്ക് 2017 കയറാൻ പറ്റുമായിരുന്നു. ഇന്നത് പറ്റൂല. 2017 എനിക്ക് 3 നിലയുടെ മുകളിൽ തൃശ്ശൂർ മറ്റേ പാലസ് റോഡിലേക്കുള്ള 3 നിലയുടെ മുകളിൽ മീറ്റിംഗ് ഉണ്ടാവും. രാമനിലയത്തിൽ 2 നിലയുടെ മുകളിൽ മീറ്റിംഗ് ഉണ്ടാവും. അവിടെയൊക്കെ കയറാൻ പറ്റുമായിരുന്നു. അതൊക്കെ നമുക്ക് അന്ന് പറ്റുമായിരുന്നു. അപ്പോൾ അന്ന് അതിൽ നിന്ന് നമുക്കൊരു ഊർജ്ജമുണ്ട്. ഒരു ദിവസം നമ്മൾ അവിടേക്ക് കയറി നമ്മൾ കുളത്തിൽ ഇറങ്ങിയിട്ട് കുളത്തിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് ഒരാളുടെ ആരുടെയെങ്കിലും ഒരു കൈ പിടിച്ചാൽ മതി, ഒരു ഷോൾഡർ പിടിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് അന്നത്തേക്ക് എത്തുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജം, അല്ലെങ്കിൽ നമ്മൾ ഒരു അസുഖമാണെങ്കിൽ പോലും നമ്മളിവിടെ എത്തി, അവിടെ പോയി അങ്ങോട്ട് പോയി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വരുന്നു, ഈ അസുഖത്തെ തോൽപ്പിക്കാൻ ഇവിടെ വരുന്നു, കുട്ടികൾക്ക് ചെറിയ പഠിപ്പിക്കുന്നു, ട്യൂഷൻ സോഷ്യൽ പാഠം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് PSC ക്ലാസ് കയറുന്നു, ഇവിടെ നിന്ന് പതുക്കെ നടന്നു പോകുന്നു, നടന്നു പോയിട്ട് പോഡിയം പിടിക്കുന്നു, പോഡിയം പിടിച്ച് അവിടെ നിൽക്കുന്നു, 2 മണിക്കൂറോ 2.5 മണിക്കൂറൊക്കെ നിൽക്കുന്നു, ക്ലാസ് എടുക്കുന്നു, പോരുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ കിട്ടും നമുക്കൊരു ഊർജ്ജം. അങ്ങനെ എന്താ പറയുക, ആ ഒരു ഊർജ്ജമാണ് സത്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് ഈ അസുഖം വന്നതിൽ ദുഃഖമുണ്ടോ എന്ന് പലരും ചോദിക്കും. അപ്പോൾ ഞങ്ങൾ അസുഖം വന്നതിൽ ദുഃഖത്തെക്കാൾ ഉപരി ആശ്വാസമുണ്ട്. കാരണം ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഈ മരുന്നിന് വേണ്ടി നമുക്കൊരു വലിയ പണം കണ്ടെത്തേണ്ടി വന്നിട്ടില്ല, ഈ അസുഖത്തിൻ്റെ പേരിൽ മറ്റൊരാൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഈ അസുഖത്തിൻ്റെ പേരിൽ ഉണ്ടായ എല്ലാ വേദനകളാണ്. ഞാൻ വേദനിക്കുമ്പോൾ എനിക്ക് കരയാൻ, എൻ്റെ വീട്ടിൽ കരയാൻ എൻ്റെ വീട്ടുകാരുണ്ടതുകൊണ്ട് ആ വീട്ടുകാരുടെ മുന്നിൽ വീട്ടുകാരൊരിക്കലും കരയാതിരിക്കാൻ വേണ്ടി രാവിലെ നേരത്തെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് പോരുന്നു, ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഫുൾ ടൈം സജീവമാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വിജയകരമാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കൽ പോലും അസുഖം എന്നെ കരയിപ്പിച്ചിട്ടില്ലെന്നും അസുഖം കരയിപ്പിച്ചാൽ പോലും ഞാൻ കരയുന്നില്ലെന്നും എനിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റും. ആ ബോധ്യപ്പെടുത്തൽ, അപ്പം ഇതിൻ്റെ എല്ലാ വിജയത്തിൻ്റെ അവസാനം എല്ലാത്തിനും മേലെ നമുക്ക് തന്ന വിധിയുടെ മേലെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വിധിയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. വിധി തോൽക്കുന്നിടത്ത് നമ്മൾ വിജയിക്കണം എന്നാണ് എനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളടുത്തും പറയാനുള്ളതാണ്. വിധിയാണ്, നമ്മളത് നേരിടണം, നമുക്ക് അതാണ്, നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ല, ഇങ്ങനെ ആവാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ രാജേശ്വരി കുഞ്ഞമ്മ ടീച്ചറാണ് എൻ്റെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു, സൈക്കോളജി ഒക്കെ എടുക്കുന്ന ടീച്ചർ. പലപ്പോഴും സൈക്കോളജി ക്ലാസ്സിലൊക്കെ മറ്റേ ഉദാഹരണമായിട്ടൊക്കെ എന്തൊക്കെ പറയും, കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നുവെച്ചാൽ അസുഖം എന്നൊക്കെ മുന്നേ പറയാമായിരുന്നു ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൈക്കോളജിയിൽ കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഫിലോസഫി പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്തിപ്പെട്ടു, ക്ലാസ്സിലിരുന്ന് ഇതൊക്കെ. പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റം നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമ്മ ടീച്ചർ ചില ഉദാഹരണങ്ങൾ നമ്മൾ പ്രകടനത്തിന് പോയതിൻ്റെ കാരണം പറഞ്ഞിട്ട് അത് പാർട്ടി നേതാക്കന്മാർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രകടനം നടന്നതൊക്കെ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഉദാഹരണങ്ങൾ ടീച്ചറെ കൂടെ വന്നിട്ട് പറഞ്ഞത് ഇവനിങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഇതാ വന്ന് ടീച്ചറോട് കുറിച്ചിട്ട് ഈ സഹോദരന്മാരെ എല്ലാവരും ഇപ്പോൾ പ്രദീപിൻ്റെ സംസാരം നമ്മൾ കേട്ടു. ചിലതൊക്കെ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിലതൊന്നും അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. പക്ഷേ അത് പറയാൻ പറ്റില്ല. കാരണം പ്രീ കൺസീവ്ഡ് നോഷനെ കുറിച്ച് അല്ല, മുൻധാരണ സത്യമാണ് കേട്ടോ. മുൻധാരണ ഇവൻ ഇങ്ങനെ ആകും. പ്രീ ഡിഗ്രിക്ക് ജയൻ വന്ന സമയത്ത് ഒരു കരയമുണ്ടാണ് കൊടുക്കുന്നത്. ക്ലാസ്സുകൾ ഒരു പുസ്തകം കഷത്തിലോട്ട് വെച്ചുകൊണ്ട് ഇതുപോലെ മുഴങ്ങിയ ശബ്ദത്തിൽ സമരം ചെയ്യാൻ വരുമ്പോഴേ നമ്മളങ്ങ് വിട്ടുകൊടുക്കും, ഇറങ്ങിപ്പോകും. മാഷ് ഡിഗ്രിക്ക് വന്ന് ചേർന്നു.
കുറച്ച് നാൾ അത് ഇപ്പോഴൊക്കെ ഇങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ വരുന്നത് ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെക്കുറിച്ചൊരു സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഇത് പഠിക്കുന്ന കാലം തൊട്ടേ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് ചില ധാരണകളുണ്ട്. ആ ധാരണകളിൽ നിന്ന് നമ്മൾ ഈ ഒരു അസുഖം വന്നതിൻ്റെ പേരിൽ തകർന്നു പോയെന്നോ അല്ലെങ്കിൽ പുറകോട്ട് പോയെന്നോ എന്ന് അവർക്ക് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക. നമ്മൾ മൂലം അവർ സന്തോഷിക്കേണ്ടത് വേണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, വളരെ കുറച്ച് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്ക് മുന്നിലൊക്കെ നമ്മളിപ്പോഴും സജീവമായിട്ടിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല സന്തോഷം ഉണ്ടാകുന്നത്, അവർക്ക് കൂടി സന്തോഷം ഉണ്ടാകുന്നത്. അവരുടെ എന്താ പറയുക, അവരൊരു നഷ്ടകഥ പോലെ പറയും. അവർ പലപ്പോഴും നീ എങ്ങനെ ആവേണ്ട ആളായിരുന്നു, ഇങ്ങനെ ആവേണ്ട ആളായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കണേക്കാൾ നമ്മൾ ഇങ്ങനെ ആയി എന്ന് പറയിപ്പിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ ഇടയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അതിന്മേലുള്ള പ്രവർത്തിക്കുന്നു, ആ നേട്ടങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുന്നു, ആ സന്തോഷങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുന്നു, അത് അവരേറ്റെടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷപൂർണ്ണമാക്കുക എന്നുള്ളതാണ്. നല്ല വേദനയുണ്ട്, ഇത് പറയുമ്പോഴും കാലിനും ഒക്കെ നല്ല തെരിപ്പും വേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വേദനകൾക്ക് മേലെ നിന്നുകൊണ്ട് നമുക്ക് ചിരിച്ച് നമുക്ക് പറയാൻ പറ്റണം, ഇത് പല ഭാഗങ്ങളിലും വേദനകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ വേദനകൾക്ക് മേലെ നിന്നുകൊണ്ട് നമ്മൾ എല്ലാ വിധിയും നമ്മൾ തോൽപ്പിക്കാനുള്ള മനസ്സ്, നമ്മുടെ എന്താ പറയുക, നേടാനുള്ള മനസ്സുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രതിസന്ധികൾക്കും മേലെ നമ്മൾ വളരെ എന്താ പറയുക നിശ്ചയദാർഢ്യത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ അതിജീവിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നത്. ഇനി കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് അതിനെയും നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരിലും സ്വയം ഉണ്ടാക്കിയെടുക്കണം. അത് മറ്റുള്ളവരുണ്ടാക്കിയെടുക്കേണ്ടതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു കാരണത്തിനും കഴിയില്ല. അസുഖമാണെങ്കിലും മറ്റെന്താണെങ്കിലും മറ്റുള്ള വ്യക്തികളാണെങ്കിലും ഒരു തരത്തിലും നമ്മളെ തോൽപ്പിക്കാൻ അതിന് കഴിയില്ല. നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു വെങ്കിടങ്ങ് ഭാഗത്ത് മത്സ്യകൃഷി ചെയ്തിട്ട് സംസ്ഥാന അവാർഡൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മുടെ ഒരു ഇതുമായിട്ട് അസുഖത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളും ചികിത്സയും അതിൻ്റെയൊക്കെ ഇടയിൽ നടക്കുന്നൊരു സംഭവമാണ്. കാരണം വെച്ചാൽ എനിക്കൊരു സർക്കാർ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് അവസരങ്ങൾ ഒക്കെ ഒരുപാടുണ്ട് വന്ന ഒരാളാണ്. പക്ഷേ എനിക്കങ്ങനെ ആ സമയത്ത് പോയിട്ടൊരു സർക്കാർ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ ഞാൻ നേരെ വൈകിട്ടാണ് എണീക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം പെയിൻ ഉണ്ടാകുമായിരുന്നു. മസിൽസൊക്കെ നല്ല പെയിൻ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. രാത്രി എത്ര നേരം വൈകിട്ട് വേണമെങ്കിലും കുഴപ്പമില്ല. രാത്രി വേണമെങ്കിൽ 1 മണി 2 മണി വരെ നമുക്ക് റോട്ടിലൂടെ നടക്കാം, എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബോർഡ് വെക്കാനും പോസ്റ്റർ ഇടാനൊക്കെ നമുക്ക് രാത്രി വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ നേരം വെളുത്തേടിയിട്ട് നമ്മളൊന്ന് ഒരു സാധാരണ ഓർഡറിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണി ആവണം. അപ്പോൾ നമ്മൾ എന്ത് പണിയും രാവിലെ 9 വരെ കിടന്നുറങ്ങും. അപ്പോൾ 9 മണിക്ക് കഴിഞ്ഞിട്ട് ഇതാക്കി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് അപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്കൊക്കെ ശേഷം ഒരു ലേറ്റായിട്ട് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു അന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് ഈ അസുഖത്തിൻ്റെ ഒക്കെ തുടക്കത്തിൻ്റെ സമയത്ത് അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് 10 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. അവിടെ നിന്നിട്ടൊരു സീറ്റിലിരിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്ക് 10 മണിക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല നമ്മുടെ അന്നത്തെ ആരോഗ്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, നമുക്ക് കൂടി കംഫർട്ടാകുന്ന കുറച്ച് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് 10 മണിക്ക് പോകണ്ട, നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്താൽ മതി, പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന പണികൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി ചെയ്യാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മത്സ്യസമൃദ്ധി പ്രൊജക്റ്റിൻ്റെ അക്വാകൾച്ചർ കോർഡിനേറ്റർ എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തത്. അങ്ങനെ ഞാൻ 5 കൊല്ലം വർക്ക് ചെയ്യണ്ടായി. 5 കൊല്ലത്തിൽ അവസാനം വെങ്കിടങ്ങ് പഞ്ചായത്തിലാണ് നമുക്ക് ചുമതല ഉണ്ടായത്. വെങ്കിടങ്ങ് പഞ്ചായത്തിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച് നമ്മളത് ഫിനിഷ് ചെയ്യാണ് ചെയ്തത്. ജോബ് ഫിനിഷ് ചെയ്ത് നമ്മുടെ ഒരു അടയാളപ്പെടുത്തൽ അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയൻസ് അക്കാദമിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് ഇവിടുന്ന് സർക്കാർ ജോലിയിലേക്ക് നയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ? ജയൻ ചേട്ടൻ ക്ലാസ് എടുക്കുകയും ചെയ്യും അല്ലേ? അതുപോലെ നമുക്ക് വേറെ ടീച്ചേഴ്സും ഉണ്ട്. എനിക്ക് ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഹിസ്റ്ററി അക്കാഡമിക്കായിട്ട് എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം. നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഹിസ്റ്ററി പഠിച്ചു എന്നുള്ളതായിരുന്നു. 4ാം ക്ലാസ്സിന് ശേഷം നമ്മൾ കോമേഴ്സ് പഠിച്ചു, മറ്റേ 4th ഗ്രൂപ്പ് പഠിച്ചു, പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ ഡിഗ്രിക്ക് ഞാൻ ഹിസ്റ്ററിക്ക് സീറ്റ് കിട്ടിയില്ല, ഫിലോസഫി പഠിച്ചു.
പക്ഷേ ഇത് പഠിച്ചതൊക്കെ എന്ത് പഠിച്ചാലും അതൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും വളരെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ക്ലാസ്സുകളിലൊക്കെ കിട്ടിയ എല്ലാ അറിവും നമുക്ക് നമ്മൾ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, നമുക്ക് സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും ആ പഠിപ്പ് കൊണ്ട് മാത്രമാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഒരു അടി വെക്കണമെങ്കിൽ നമ്മളത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുമ്പോൾ തന്നെ ആ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു മനസ്സിൽ കിട്ടുന്നൊരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയൊരു തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജയൻസ് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, അവർ പരാജയപ്പെട്ടു പോകുമ്പോഴും ആദ്യമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, നിങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഇവിടെ തോറ്റു പോകുന്നത് നിങ്ങൾ മാത്രമല്ല, ഞാൻ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് വിജയിച്ചാൽ മതിയാകൂ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തൽ ഉണ്ടാകുന്നത് വരെ അവരെ പോലെ തന്നെ ഞാനും പഠിക്കുമായിരുന്നു, ഞാനും വർക്ക് ചെയ്യുമായിരുന്നു. അവരോടൊപ്പം നിന്ന് എല്ലാത്തിനും കൂടെ നിന്ന് നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ജയൻസ് അക്കാഡമി എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും അറിയുന്ന രീതിയിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ആ കുട്ടികളെടുത്ത എഫേർട്ടും വളരെ വലുതാണ്. നമ്മളെടുക്കുന്ന ആവേശത്തിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്നും അവരും വളരെയധികം ആത്മാർത്ഥമായിട്ട് അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാലം പഠിച്ചിട്ടും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ച് മനസ്സ് മടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് പേരുണ്ടാവുമല്ലോ. അവർക്ക് മുന്നിൽ ജയൻ ചേട്ടന് ഒരു മാതൃകയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും ഒട്ടും തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മാതൃക മുന്നിലുള്ളപ്പോൾ അവരെങ്ങനെയാ പഠിച്ചിട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ തളർന്നു പോകാതെ മുന്നിട്ട് പോകാനുള്ളൊരു പ്രചോദനം ഇവിടെ ജയൻ ചേട്ടൻ തന്നെ ഉണ്ടല്ലോ. പിന്നെ അത് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, നേടാനുള്ള മനസ്സുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല. അങ്ങനെ വിശ്വസിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കാം, പുറത്തെ എല്ലാ ആൾക്കാരും പറയും അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കാം. അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. കാരണം ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ കേട്ടത് വാക്കുകൾ ഡോക്ടർമാർ തന്നെയാണ്. പരസ്പരം നമ്മൾ ഡോക്ടർമാരൊക്കെ അടുത്ത് വലിയ പ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കേട്ട നെഗറ്റീവ് വാക്കുകൾ, അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, താങ്കളുടെ കാര്യം വളരെ തീരുമാനമായി എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ മടക്കി അയക്കുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് കഴിയുമ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു സംഭവമുള്ളൂ, എൻ്റെ വീട്ടിൽ ഞാൻ തകർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എൻ്റെ ബ്രദറും എൻ്റെ അമ്മയായിരിക്കും. അവർക്ക് ഞാൻ മൂലം ഒരു സങ്കടം ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതാണ് ചിന്തിക്കുക. നമ്മൾ പണ്ട് ഒരു ദേശീയ സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഡോക്ടർ നമ്മളെ ചികിത്സിക്കാൻ വേണ്ടി വിളിച്ച് നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കി, എന്നിട്ട് അവർ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൂടി കൊണ്ടുപോകാം, നമുക്ക് അതൊന്ന് അഡ്മിറ്റ് ആവാനായിട്ട് പിന്നെ ഇതൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. അവിടെ പോയിട്ട് അത് ശരിയാക്കാൻ ചെന്നപ്പോൾ അവർ ഡോക്ടർമാർ ഇരുന്നിട്ട് പറയുകയാണ്, നമ്മുടെ കാര്യമൊക്കെ വളരെ വീക്കാണ്, നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടി ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്നത്, അവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയും അവരെന്നെ അവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്യണില്ല എന്നുള്ളൊരു തീരുമാനം പറയുകയൊക്കെ ചെയ്തിട്ട്, അത് കേട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് വന്ന് കുറേ നേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകണോ ഇനി എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരുപാട് സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള അവഗണനകൾ പല രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ തീരുമാനിച്ചൊരൊറ്റ കാര്യമുള്ളൂ, നമുക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ നമ്മുടെ വീട്ടിൽ വിഷമിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെത്രമാത്രം സജീവമാവുക അത്രമേൽ സജീവമാവുക എന്നുള്ളതാണ്. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു ഇതായിരുന്നു പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ. പക്ഷേ രാഷ്ട്രീയത്തിൽ എനിക്ക് ആ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വേണ്ടത്ര രീതിയിൽ എൻ്റെ ആശയഗതിക്കനുസരിച്ച് ഞാൻ ചിന്തിച്ച രീതിക്കനുസരിച്ച് എന്നെ ഉൾക്കൊണ്ടുകൊണ്ടൊരു ആ പ്രസ്ഥാനം എന്നെ മുന്നോട്ട് കൊണ്ടുപോയെന്നൊക്കെ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കി.
അന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു ഒരു 10 പേര് വിരലിലാണ് 10-15 പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് ഭയങ്കര കൂട്ടായി ഞങ്ങൾ ചില സുഹൃത്തുക്കളൊക്കെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളൊരു കുട്ടിക്ക് 5 ലക്ഷത്തിന് വീട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അത് സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മളിരുന്ന് ഓപ്പറേറ്റ് ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കൾ ഒരു 3-4-5 പേര് അവർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ പോയിട്ട് തറയിൽ മണ്ണ് തിറക്കുക, തറയിൽ ഇതാക്കുക, അവരൊക്കെ അങ്ങനത്തെ പണികൾ. അപ്പോൾ അവരൊക്കെ കൂടെ നിന്ന് ഒരു ഭയങ്കരമായ മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് നടത്താൻ പറ്റും. പിന്നെ എല്ലാ വർഷത്തിലും ഞങ്ങൾ പരിപാടികൾ നടത്തുക, വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ പോലത്തെ ആൾക്കാരെ കൊണ്ടുവരിക, പരിപാടികൾ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിൽ വളരെ സജീവമായിട്ട് ഈ അസുഖത്തിൻ്റെ ഏറ്റവും ദുരന്ത കാലഘട്ടം എന്ന് പറയില്ല, നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസമോ അല്ല ഇപ്പോൾ നമ്മൾക്ക് മനസ്സിൽ കിട്ടുന്ന അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിന് ഉറപ്പുണ്ടായിരുന്നില്ല. ഇന്ന് ആരോഗ്യമില്ല, പക്ഷെ മനസ്സിന് നല്ല ഉറപ്പുണ്ട്. മനസ്സിന് ഉണ്ടാകാത്ത ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതാണ് നമ്മുടെ ഈ ആത്മവിശ്വാസം, നമ്മുടെ ഈ ധൈര്യം. ഇതൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങി അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ആത്മവിശ്വാസമാണ്. ഇന്ന് ഏത് പ്രതിസന്ധിക്ക് മുന്നിലും അത് പരിഹരിക്കാം. വല്ലാത്ത പ്രതിസന്ധികളൊക്കെ നേരിടാറുണ്ട്. കോവിഡ് കാലത്തൊക്കെ നേരിട്ട പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം കോവിഡിൽ 2 സംഭവമാണ് സംഭവിച്ചത്. ഒന്ന്, കോവിഡിന് മുമ്പ് വരെ ഞാൻ തനിയെ നടക്കുമായിരുന്നു. കോവിഡിന് ശേഷം എനിക്ക് തനിയെ നടക്കാൻ. മറ്റൊന്ന്, കോവിഡിന് മുമ്പ് ഞാൻ ഒരു സെൻറ്ററിന് വേണ്ടിയിട്ട് പണി തീർത്ത ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ സാമ്പത്തിക ബാധ്യത വന്നു. അപ്പോൾ 2 തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു. പക്ഷെ ആ കോവിഡ് കാലത്തെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ തീർന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ആരോഗ്യം ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ അധ്വാനിച്ച് നമ്മുടേതായ രീതിയിൽ കഷ്ടപ്പെട്ട് അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അതിനുള്ളൊരു ആത്മവിശ്വാസം കിട്ടിയത് നമ്മൾ ഇന്നലെ വരെ നടത്തിയ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എടുത്ത ഒരു മാറ്റമാണ്. കാരണം അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരൊഴുക്കിൽ ജയൻസ് അക്കാഡമി, ഞാൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അയോസയുടെ ഭാരവാഹിയായിരുന്നു, പണ്ട് ഞാൻ ESFൻ്റെ ഭാരവാഹിയായിരുന്നു. ഒക്കെ ആ സമയത്തൊക്കെ എടുത്ത റിസ്കുകൾ, അതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടത് ഒക്കെ വീണ്ടും അതിനൊരു കാരണമായിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് റിസ്ക് എടുക്കാത്തതായാലും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് എൻ്റെ ബ്രദറാണ്, എൻ്റെ ഏട്ടനാണ്, ഖത്തറിലാണ്. ജീവിതത്തിൽ ഞാൻ എന്ത് സംഭവം ചെയ്യുമ്പോഴും ചേട്ടനോട് വലിയ പ്രോഫിറ്റൊന്നുമില്ല ഇങ്ങനെ. അപ്പോൾ ചേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മളിതിന് ആകെ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാമെന്ന് മാത്രമാണ്. അതിനേക്കാൾ അപ്പുറമുള്ളൊരു പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ പ്രോഫിറ്റ് അതാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. വേറെ ഇതിനകത്തും നമുക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടോ അങ്ങനെയുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് നീ എപ്പോഴും സജീവമായിരിക്കുന്നു. ഞാൻ രാവിലെ 8 മണിക്ക് ഇവിടെ വരും, വൈകിട്ട് 8 മണിക്ക് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുവരെ ട്യൂഷനുണ്ട്, നൈറ്റ് ക്ലാസ് ഉണ്ട്, എല്ലാ ഇതുകൊണ്ട് നമ്മളിവിടെ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. ഏത് സമയത്തും നമ്മളിങ്ങനെ സംസാരിക്കാനും നടക്കാനും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളൂ. ബാക്കിയൊരു കാര്യങ്ങൾക്ക് ഇതിലും പിന്നെ നല്ല ടാസ്ക് ഉണ്ട്. ഓരോ ദിവസവും ഇപ്പോൾ ഇതിൻ്റെ ലോൺ അടക്കണം, അതിൻ്റെ ലോൺ അടക്കണം, ഇതിൻ്റെ ലോൺ അടക്കണം, അതൊക്കെ ആ ടാസ്കുകൾ നമ്മളെ ഭയങ്കര ഉത്തേജിപ്പിക്കുന്നുണ്ട്. കാരണം ആ ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടാസ്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്കിന് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുന്നു, ജീവിക്കുന്നു. ആ റിസ്കിൽ ആനന്ദം കിട്ടുന്നു. പറയില്ലേ മറ്റേ ഇതിനൊരു സുഖമുണ്ട്, ഈ റിസ്കിന് പോലൊരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് നമുക്ക് ഏറ്റവും കിട്ടുന്നത്, ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. GS പ്രദീപ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ അക്കാദമിയിൽ വരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ അനുമോദിക്കാനായിട്ട് വന്നു. നമ്മളുടെ ഒരു ലൈഫിനെ കുറിച്ചും വളരെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇവിടെ എത്തിയിട്ട്. പ്രദീപ് സാറ് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രദീപ് സാറ് ജീവിതത്തിൽ ആരോടെങ്കിലും, പ്രശസ്തരായ ആരോടെങ്കിലും ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു വലിയൊരാൾ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാളുള്ളൂ, അത് GS പ്രദീപ് സാറാണ്. കാരണം വെച്ചാൽ ഞാൻ പ്രദീപ് സാറിനെ വിളിച്ച് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിന് വരാൻ പറ്റൂല എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സാറിന് വരാൻ പറ്റില്ല. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു പാരലലായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്ക് സാറിനെ വിളിക്കുമ്പോൾ അത് നമുക്ക് പല രീതിയിൽ വിളിക്കാം. ഒരു ബിസിനസ് ലാഭം പ്രതീക്ഷിച്ച് സാറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് സ്ഥാപനത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സാറ് തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് സാറ് പിന്നീട് വിളിച്ചിട്ട് പറയായിരുന്നു, ഞാൻ വരാം എന്ന് പറയായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു ആളുകളൊക്കെ വരുമ്പോൾ
ഒരു സെലിബ്രിറ്റി തന്നെയാണ് സാറ്. അപ്പോൾ കുറച്ച് സാമ്പത്തിക ചിലവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടികളെ നിങ്ങളെ കൊണ്ട് അത് കഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് തുടക്കം തൊട്ടുള്ള നല്ല കുട്ടികളാണ് അവർ. അപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് നമ്മളങ്ങനെ പറയുമ്പോൾ അവർ ആ അധ്വാനം കൊണ്ട് 17, 48, 52 ഒക്കെ റാങ്കുകളൊക്കെ വാങ്ങിച്ചവർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക് ഇപ്പോൾ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ 17 റാങ്കുകൾ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രശസ്തരായ ആൾക്കാർ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കും നമ്മൾ ആദ്യം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് ജീവിതത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ നമുക്കും പറ്റി. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രദീപ് സാറാണ്. പ്രദീപ് സാർ ഇവിടെ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കഥ പറഞ്ഞിട്ടാണ് സാറ് പറഞ്ഞത്. കാരണം ഇവിടെ എത്തിയത് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് വെച്ചാൽ ആദ്യം ഞാൻ ജയനെടുത്ത് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. എനിക്കത് നടപടിയാവുന്ന കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. പിന്നീട് എനിക്ക് വരാൻ തോന്നിയത് ജീവിതത്തിലെ ആദ്യത്തെ മത്സരത്തിലെ വിജയെ പോലെയാണ് ജയൻ എന്ന് പിന്നീട് എനിക്ക് തോന്നിയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു വിരലുകളുടെ കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നിലാക്കപ്പെട്ടു പോകുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ട് നിൽക്കാനുള്ള ആർജവബോധത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞു. ഉറക്കെ പറഞ്ഞോ, സയൻസ് അക്കാഡമിയിലെ ടെസ്റ്റ് പേപ്പർ ചോദിച്ചാലും അത് തന്നെ എഴുതണം, നല്ല മാർക്ക് കിട്ടും. അല്ല ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജി ജനിച്ചത് 1869-ലുമല്ല, ഗാന്ധിജി ജനിച്ചത് 1893-ലാണ്. ഗാന്ധിജി ജനിച്ചത് ഇന്ത്യയിലെ പോർബന്തറിലാണ്. ജനിച്ചത് 1893. ആ രാത്രിയിൽ അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ തന്റെ 24ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ജനിച്ചത്. ആ റെയിൽവേ സ്റ്റേഷനിൽ വല്ലാതെ മഴ പെയ്ത തണുത്ത രാത്രിയിൽ 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കൊണ്ട് ഒരു വെള്ളക്കാരൻ കറുത്ത വർഗക്കാരനെ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെതിരെ, വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തന്റെ ജീവിതം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്നുകൂടി നമുക്ക് പഠിക്കാൻ കഴിയും, അല്ലേ? ഇത് പൂ ഞാൻ എടുത്തുപോയി. ജൂൺ 8-ലേക്കുള്ള വിസ്ഡമിലേക്കുള്ള നിങ്ങളുടെ കർണപർവത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ യുദ്ധക്കളത്തിലേക്ക് വിശ്രുതമായ തന്റെ ധനുർവൈഭവം കാട്ടി കർണശരങ്ങൾക്ക് മുന്നിൽ അസ്തപ്രജ്ഞനായി മാറുകയും കർണൻ യുധിഷ്ഠിരനെ ആക്ഷേപിച്ച് അപഹസിച്ച് മടക്കി അയക്കുകയും ചെയ്യുന്നു. കാരണം അമ്മയ്ക്ക് വരം കൊടുത്തിട്ടുണ്ട്, വേറെ ആരെയും അർജുനൻ. ഇപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനാകെ വിഷമവും നാണക്കേടും ഒക്കെയായി. വൈകുന്നേരം യുദ്ധം കഴിഞ്ഞ് പാളയത്തിൽ ശിബിരത്തിൽ വാർത്തൻ എന്നെയൊക്കെ ആ കർണൻ ഇങ്ങനെ അപമാനിക്കുകയാണ്. ഒരുപാട് കൃത്യമായ തെറിപ്പതൊന്നും എഴുതിയിട്ടില്ല. ഏയപ്പനായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയേനെ. എന്തായാലും അർജുനൻ നല്ല തെറിയും വിളിച്ചുകൊണ്ട് വാള ഓങ്ങിക്കൊണ്ട് ധർമ്മപുത്രരുടെ ജ്യേഷ്ഠന്റെ ശിരസറുക്കാൻ തുനിഞ്ഞു. മനസ്സിലാക്കി. വൈകുന്നേരമായപ്പോൾ പക്ഷെ ഈ ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ അർജുനന് വല്ലാത്ത ദുഃഖം. ചെയ്ത തെറ്റായി പോയി. അർജുനൻ ആത്മഹത്യക്ക് ഒരുങ്ങി. നീ ചെയ്തത് വല്ലാത്ത തെറ്റായിപ്പോയി. ചെറിയ തെറ്റൊന്നുമില്ലല്ലോ, 1.5. അത് ആത്മപ്രശംസയായി. ജയനാണ് ഗാന്ധീവധനമാണ് ധനകരായി ജയൻ വെച്ചിട്ടുള്ള സർവർക്കും അറിയാം. അപ്പൊ അവരുടെ എല്ലാം ഞാൻ ശ്രീ E.K. ജയന് I would prefer to say that challenges are the greatest ventures of luck. സുഖസുഷുപ്തിയിൽ ഉണ്ടിറങ്ങി ഓടി കളിച്ച് നടക്കുന്നവരല്ല, തൊട്ടടുത്ത നിമിഷം കാല് മുന്നോട്ട് വയ്ക്കാൻ ചലഞ്ചസ് ആർ നത്തിങ് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ടു ഓവർകം എന്ന് തിരിച്ചറിയാൻ കഴിയും. പിന്നെ ജയൻ പറഞ്ഞത് മറ്റൊരു തെറ്റ്. ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ സർവാത്മന ഞാൻ എന്താ പറയുന്നത്, ജയൻ വിളിച്ച ദിവസത്തിൽ സത്യത്തിൽ ആ ദിവസം നേരത്തെ തീരുമാനിച്ച റെക്കോർഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ എന്താ വീണ അപ്പം നമ്മൾ ഇതുവരെ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചിരിച്ചിട്ടില്ല. നമ്മളിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ഇതുവരെ ജീവിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രദീപ് സാറിൻ്റെ ഒരു വരവ് വളരെയധികം വലിയൊരു ഊർജ്ജമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറിപ്പോൾ വന്നു പോയതിനു ശേഷം ഇന്നും സാറ് വന്നുപോയ കാര്യങ്ങളും സാറിൻ്റെ വാക്കുകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ മുന്നോട്ട് പോകാൻ ഇത്രയും ഒരു പ്രചോദനാത്മക. ഞാൻ എൻ്റെ ബ്രദറിനും രാവിലെ വൈകുന്നേരം എന്നെ വീഡിയോ കോൾ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ഖത്തറിൽ നിന്ന് സാറ് ജോലിക്ക് ചേട്ടൻ
ജോലിക്ക് വിളിക്കും. അത് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു രാവിലെ തുടങ്ങുന്നതും വൈകുന്നേരം അവസാനിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മളൊരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴും ഇതുപോലെ ചേട്ടൻ സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കും. ജീവിതത്തിൽ അതാണ് നമ്മുടെ ചാർജ്. സത്യത്തിൽ ആ ചാർജിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഭയങ്കരമായ അതേപോലത്തെ ഒരു സ്നേഹം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു സ്നേഹം പ്രദീപ് സാറിൻ്റെ അടുത്ത് കിട്ടി. ആ സാർ ഇവിടെ വന്ന് പറഞ്ഞു. സാറ് പറയുക മാത്രമല്ല, ഇവിടെ പ്രസംഗിച്ച് പോയതിനു ശേഷം സാറ് പങ്കെടുത്തൊരു വലിയൊരു പരിപാടിയുണ്ട്. സാറിൻ്റെ ഒരു വലിയൊരു ക്വിസ് പ്രോഗ്രാമൊക്കെ ആയിട്ട് മതിലകത്ത് വെച്ചുള്ളത്. അവിടുത്തെ ഒരു ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ എന്നെ കൂടി അവരെ കൊണ്ട് വിളിപ്പിച്ച് ഞാനവിടെ പോയി പ്രസംഗിച്ച് എന്നെ ഒരു സെലിബ്രേറ്റ് ചെയ്യിക്കുന്നു പറയാം. സാറ് സെലിബ്രേറ്റ് ചെയ്യാനായതുപോലെ അവിടെ പ്രസംഗിക്കാൻ എന്നെയും സാർ അവിടെ വിളിപ്പിച്ചു. ഞാനവിടെ പ്രസംഗിച്ചു. ഇങ്ങനെയൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു ഇത് ജീവിതത്തിലെ ഞാൻ കുറേ എന്താ പറയുക ഭയങ്കരമായ പ്രശസ്തരായ ആൾക്കാരുടെ കൂടെയൊക്കെ ഒരുപാട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല അവർക്ക് എന്നെ അറിയാം ഒക്കെയുണ്ട് ഒരുപാട്. പക്ഷേ ഏറ്റവും പ്രശസ്തരായ ഒരാളെ എന്നെ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പ്രദീപ് സാർ മാത്രമാണ്. ആ സാറ് കാണിച്ചതുപോലെ ഒരു സ്നേഹമൊന്നും ആരാടില്ല. പിന്നെ എൻ്റെ കുറേ എന്നോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്നെപ്പോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ പേയിൽ ഒരു 1000 രൂപ ഇവരുടെ 1000 രൂപ അടിച്ചായാലോ ഏത് നിമിഷത്തും അങ്ങനെ കടന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ അവർ നമ്മളെപ്പോലൊക്കെ സ്ട്രഗിൾ ചെയ്യണം. കാരണം നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരും നമ്മളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. വലിയ ഉയർച്ചയിലൊന്നും നമ്മുടെ പോലെ സുഹൃത്തുക്കളൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ പ്രശസ്തരായുള്ളൊരു വ്യക്തി നമ്മളോടൊരു സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് GS പ്രദീപ് സാർ തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ എന്താ പറയുക, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷങ്ങൾ, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയാമല്ലേ. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇതുപോലുള്ള കുറേ ബെഞ്ച് മാർക്ക് ഉണ്ട്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പലപ്പോഴും ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് പോലും നമ്മളെ നെഗറ്റീവാക്കി പോകുന്ന തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ടും അവിടെ ഒന്നും തളരാതെ ജീവിതത്തിൽ പിന്നെയും മുന്നേറിക്കൊണ്ട് ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ ഇനിയും അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ജയൻസ് അക്കാദമി ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് ഇനിയും ഒരുപാട് പേരെ അവരുടെ ഒരു സ്വപ്നമായ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇനിയും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.